നമസ്കാരം. എന്ത് പരാക്രമം കാട്ടിയും ഭരണം നിലനിർത്താനുള്ള മമതാ ബാനർജിയുടെ ആ, പ്രയത്നങ്ങളുടെ ഫലമായിട്ട് വോട്ടർ പട്ടിക പുതുക്കൽ എന്ന SIR അത് എത്രയും വേഗം നീട്ടണം, ഒരുപക്ഷെ വേണ്ടി വന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് മാത്രം പോരെ എന്നൊക്കെ പറഞ്ഞിരുന്ന മമതാ ബാനർജിക്ക് തിരിച്ചടിയായി ഇന്നിതാ സുപ്രീം കോടതിയുടെ കടുത്ത നിർദ്ദേശം. ഇലക്ഷൻ കമ്മീഷനുമായി ഒത്തുചേർന്ന് പോയേ മതിയാവൂ. നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷനും വേണ്ട വിധം സംസ്ഥാന സർക്കാരുമായി യോജിച്ച് ചേർന്ന് 28 തീയതിക്ക് ഈ പട്ടിക പൂർത്തിയാക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ ഏറ്റവും ഒടുവിൽ വന്ന നിർദ്ദേശം. ഇതിന് ചില പഴയ കഥകളുണ്ട്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന മട്ടിലാണ് മമതാ ബാനർജിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം പണ്ട് CPM സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഈ അനധികൃതമായി വോട്ടർ പട്ടികയിൽ കടന്നു കയറിയ ആയിരങ്ങളും ലക്ഷങ്ങളും ഉണ്ടായിരുന്ന നാടാണ് പശ്ചിമ ബംഗാൾ. ഇപ്പോൾ നമ്മുടെ ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങൾ, അതിർത്തി ദേശങ്ങളിലൊന്നാണ്, സംസ്ഥാനങ്ങളിലൊന്നാണ് ബംഗാൾ. അപ്പോൾ അവിടെ നിന്ന് നുഴഞ്ഞുകയറ്റക്കാർ ഒരുപാടുണ്ട്. ഈ നുഴഞ്ഞു കയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണകൂടമായിരുന്നു മമതാ ബാനർജിക്ക് മുമ്പാടെ ഉണ്ടായിരുന്നത്. ഇത് പ്രോത്സാഹിപ്പിച്ച് രാജ്യത്തിന് തന്നെ ഭീഷണി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. പൗരത്വ രജിസ്റ്റർ നിർമ്മാണം മോദി സർക്കാരിന്റെ കാലത്തുണ്ടാകുന്നു. അനധികൃതമായി കടന്നു വന്ന നുഴഞ്ഞു കയറ്റക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾ അവർ പുറന്തള്ളപ്പെടും എന്നൊരു ഭീതി വരുന്നു. ഇതൊരു വോട്ട് ബാങ്കായി ഇതിനോടൊപ്പം തന്നെ ബംഗാളിൽ മാറ്റപ്പെട്ടു കഴിഞ്ഞിരുന്നു. CPM പാടെ തൂത്തെറിയപ്പെട്ടു. ഇതേ വോട്ട് ബാങ്കിനെ ഉപയോഗിച്ച് മമതാ ബാനർജി വീണ്ടും അധികാരത്തിലെത്തുന്നു. അമിതമായ പ്രീണനം നടക്കുന്നു. ഈ പ്രീണനത്തിനൊടുവിലാണ് ഈ സമയത്താണ് SIRമായി കേന്ദ്ര സർക്കാർ വരുന്നത്. ഈ വരുന്ന ഒരു 3 മാസത്തിനുള്ളിൽ രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും കാണാത്ത പോരാണ് മമതാ ബാനർജി കേന്ദ്ര സർക്കാരുമായി നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, വളരെ വ്യക്തമാണ്. തനിക്ക് വളരെ അപകടമാണ് ഈ SIR എന്നും ഇതിൽ നിന്ന് പുറത്താകുന്ന ഇപ്പോൾ ഏതാണ്ട് 58 ലക്ഷം പേരാണ് ഈ വോട്ടർ പട്ടിക പുതുക്കലിൽ പുറത്താവുന്നത്. 58 ലക്ഷം, അത് 70 ലക്ഷം വരെ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നു. മതിയായ രേഖകളില്ലാത്ത ഒരു 4-5 ലക്ഷം പേര്, പിന്നെ ഈ കമ്മീഷന് മുന്നിൽ ഹാജരാകാത്ത ഒരു 4-5 ലക്ഷം പേര്, ഒരു 50 ലക്ഷം പേരെ വീണ്ടും അവർ പരിശോധിച്ചപ്പോൾ അതിലൊരു 1.5 ലക്ഷം പേർക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടത്ര മതിയായ രേഖകൾ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു 1.5 ലക്ഷം പേര്. ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ വെളിയിലാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു 70 ലക്ഷത്തോളം ആൾക്കാർ പോകും. സ്വാഭാവികമായും ഇങ്ങനെ പോകുന്നതിൽ 90% എന്ന് പറയുന്നത് നാട്ടിലില്ലാത്ത ആൾക്കാരൊന്നുമല്ല, അനധികൃതമായി ഇവിടെ കടന്ന് കയറിയ കുടിയേറ്റക്കാർ തന്നെയാണ്. ഈ കുടിയേറ്റക്കാരുടെ അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് പ്രത്യേക കാർഡും ഒക്കെ കൊടുത്ത് വോട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ ബലത്തിൽ ഭരണം നിലനിർത്തിക്കൊണ്ടിരുന്നു. പൊടുന്നനെ ഒരുപക്ഷെ ഭരണത്തിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും എന്നൊരവസ്ഥ സംജാതമാകുന്ന വേളയിലാണ് മമതാ ബാനർജി സർവ്വ അടവും പയറ്റിയിട്ട് കേന്ദ്ര സർക്കാരിനെ നിൽക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ ചില ഉദ്യോഗസ്ഥരെ, മമതയ്ക്ക് അതിൽ പുത്തരിയൊന്നുമുള്ളതല്ല, ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക, അവരെ നിലയ്ക്ക് നിർത്തുക, ഇല്ലെങ്കിൽ റോഡിൽ കൂടി ഇറങ്ങി നടക്കുക. ഇപ്പൊ സുപ്രീം കോടതിയിൽ പോലും ചെന്നിട്ട് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയാം, അത് സുപ്രീം കോടതി അനുവദിക്കുകയും ചെയ്തു. കോടതിക്കകത്ത് തന്നെ മമതയെ കുറച്ചധികം സമയം സംസാരിക്കാൻ കോടതി അനുവദിച്ചുവെങ്കിൽ കൂടിയും കോടതി ഒരുപക്ഷെ മമതയുടെ വാക്കുകൾ കേട്ടതായി കോടതിയുടെ മറ്റു ചില നിർദ്ദേശങ്ങൾ വന്നപ്പോൾ അതിൽ നമുക്ക് കോടതി കേട്ടതുമില്ലെങ്കിൽ തള്ളി. എന്നിട്ട് കോടതി പറഞ്ഞു ഈ 28-ാം തീയതിക്കകത്ത് ഈ പട്ടിക പൂർത്തിയാക്കി തരണമെന്ന് പറയുന്നു. ഇവിടെയാണ് സംഭവിക്കുന്നത്. മമതയുടെ കീഴിലെ ചില ഉദ്യോഗസ്ഥർ, സംസ്ഥാന സർക്കാരിലെ ചില ഉദ്യോഗസ്ഥർ, അവരിൽ 7ഓളം പേരെ ഉദ്യോഗസ്ഥരെ ഈ അടുത്ത കാലത്ത് സസ്പെൻഡ് ചെയ്തു ഈ ജോലികളിൽ നിന്ന്. അതും കോടതി ഇടപെടലാണ്. സുപ്രീം കോടതി ഇടപെട്ടിട്ട് ഇത് ഒരു കാരണവശാലും ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരുടെ മേൽ സുപ്രീം കോടതി അല്ല, ഇലക്ഷൻ കമ്മീഷൻ ആരോപിച്ചിരുന്നതെന്ന് പറയുന്നത് ഈ 7 ഉദ്യോഗസ്ഥരും ഈ ഇത്തരം ഡ്യൂട്ടിക്ക് വോട്ടർ പട്ടിക പുതുക്കലുമായിട്ടുള്ള ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന 7 ഉദ്യോഗസ്ഥർ, അവര് ഈ കൊണ്ടുവരുന്ന രേഖകൾ മതിയായ പരിശോധനകൾ ഇല്ലാതെ ഇവരെ പട്ടികയിൽ വീണ്ടും കയറ്റിവെക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഇത്തരം രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന ഇത്തരത്തിലൊരു പുതുക്കൽ കാര്യം വരുന്ന സമയത്ത് അത്രയും ഗൗരവമായി ചെയ്യേണ്ടത് തന്നെ ഒരു ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായി ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ആ തീരുമാനത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന രേഖ അത് ഇച്ചിരിയൊക്കെ സംശയാസ്പദമാണെങ്കിൽ കൂടിയും അവരെയും കൂടി ഉൾക്കൊള്ളിക്കുന്നു. ഈ നിർദ്ദേശം ഒരുപക്ഷെ അങ്ങനെ ശരിയാണോ എങ്കിൽ അത് മമതാ സർക്കാർ തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. മമത ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും, മമതയെ പേടിച്ചിട്ടായിരിക്കും ഈ ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും വച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നു. ഈ 7 ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നു. പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി
ഇതിന്മേൽ വലിയ പ്രസ്താവനകളുമായി മുന്നോട്ട് വരുന്നു. വീണ്ടും കോടതി ഇടപെടുന്നു. കോടതി ഇടപെട്ടിട്ട് ചീഫ് സെക്രട്ടറിയോട് പറയുന്നു. ആ ഘട്ടത്തിലാണ് ചീഫ് സെക്രട്ടറി പറയുന്നത് അടിയന്തരമായി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് പുറത്താക്കണം നന്ദിനി ചക്രവർത്തി, ചീഫ് സെക്രട്ടറി. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ഇത് ഇങ്ങനെ ഈ പോര് പൊക്കഴിഞ്ഞാൽ ഒരുപക്ഷെ 28-ാം തീയതി ഈ പട്ടിക പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, പൂർത്തിയാക്കി ആൾക്കാർക്ക് വേണ്ടത്ര എന്തെങ്കിലും പരിശോധന ഉണ്ടെങ്കിൽ അതും കൂടി പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ ഈ 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളെ ഇത് കാര്യമായി തന്നെ ബാധിക്കും. ഇത് നീണ്ടുപോകും. രാജ്യത്ത് വേറെ മറ്റു പല പ്രശ്നങ്ങൾ ഉടലെടുക്കും. ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ഈ 5 സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഒരു ഉചിതമായ സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സംസ്ഥാനങ്ങളൊക്കെ യാത്ര ചെയ്യണം, വളരെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കണം. ബംഗാളിനെ മാത്രം കരുതിക്കൊണ്ട് ഇത് പട്ടിക നീണ്ടുപോയാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ ഇത് സാരമായി ബാധിക്കും. ഇതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇന്ന് സുപ്രീം കോടതി വീണ്ടും ഇടപെട്ടുകൊണ്ട് ഇങ്ങനൊരു നിർദ്ദേശം വെച്ചത്. അടിയന്തരമായി ഈ 2 ബോഡികൾ, ഒന്ന് സർക്കാർ, ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ, നിങ്ങൾ അടിയന്തരമായി യോജിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഈ 28-ന് തന്നെ ഇത് തീർപ്പ് കൽപ്പിക്കണം എന്ന് പറയും. ഇവിടെ സുപ്രീം കോടതിക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതിപ്പോ രാജ്യത്ത് 2014 ശേഷം മോദി അധികാരത്തിൽ വന്നതിന് ശേഷം എത്രയോ ബില്ലുകൾ വന്നു, എത്രയോ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ കാശ്മീർ ഇഷ്യൂ ആയാലും ശരി, മറ്റെന്ത് വിഷയം ആയാലും ശരി, മുത്തലാഖ് ആയാലും ശരി, ഇപ്പോൾ പൗരത്വ രജിസ്റ്റർ പുതുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാൻ ശരി, നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന ഓരോ ആൾക്കാർ, എത്ര പേരാണ് ഉള്ളത്, രാജ്യത്തിന് പുറത്തുനിന്ന് ആൾക്കാർ ഈ സമയത്ത് എത്ര പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ തലയണൽ കൃത്യമായി നടന്നിരിക്കണം, വോട്ടർമാരുടെ എണ്ണം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് കാലാകാലങ്ങളായി ഇത് വലിയ ഒരു തട്ടിപ്പിന് ഇതൊരു ഉടായ്പ വേലയാണ്. ഇത് ഭരണത്തിലെത്താനുള്ള ഒരു കുറുക്ക് വഴിയുടെ ഭാഗമായിട്ട് ചില എനിക്ക് വോട്ട് നൽകുമെന്ന് പറയുന്ന ഓരോ ആൾക്കാരെയും ഞാൻ ഈ പട്ടികയിൽ ചേർത്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ഇത് പണ്ട് CPM കാണിച്ച തന്ത്രമാണ്. ഇപ്പോൾ അത് CPM-നെതിരെ മമത കാണിക്കുന്നു. ഇനി അതിന്റെ പേരിൽ ചില ഗുണ്ടായുസങ്ങൾ ഇറങ്ങിയിരുന്നു. ആൾക്കാർ ഭീതിയിലാണ് വാസ്തവത്തിൽ. ഇവിടെയാണ് കോടതിയും മറ്റും ഇടപെടുന്നത്. വളരെ കൃത്യമായി തന്നെ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇനി മമതയുടെ ഭാഗത്തെന്ന് വെച്ചാൽ മമത ഇതിൽ പറയുന്നത് 13 റെക്കോർഡുകളാണ് ഈ ബീഹാറിലുണ്ടായിരുന്നത്. ഈ 13-ൽ ഏതെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്തുകൊണ്ട് ഈ ബംഗാളിലേക്ക് വരുമ്പോൾ ഈ 13 11 എന്നാണ്. അതായത് ഈ പൗരത്വ രജിസ്റ്റർ പുതുക്കലുമായി ബന്ധപ്പെട്ട്, പൗരത്വ രജിസ്റ്റർ അല്ല, വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ടിട്ട് 13 രേഖകൾ അവിടെ കമ്മീഷന് മുന്നിൽ കാണിക്കേണ്ടി വരുമ്പോൾ അതിൽ ബീഹാറിൽ 13 ഉണ്ടായിരുന്നുവെങ്കിൽ ബംഗാളിലേക്ക് എത്തുമ്പോൾ അതെങ്ങനെ 11 എന്നാണ് ചോദിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ കുടുംബത്തിന്റെ താമസ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടൊരു രേഖ. അപ്പോൾ അത് ഒരു വിശ്വാസയോഗ്യമായ അതോറിറ്റി ഇത് പരിശോധിച്ചിട്ട് ഈ മനുഷ്യൻ ഇന്നത്താണ് താമസിക്കുന്നത്, ഇങ്ങനൊരു കുടുംബം അവിടെയുണ്ട്, ഇങ്ങനെ 4 പേര് ആ കുടുംബത്തിലുണ്ട് എന്ന് പറയും വിശ്വാസയോഗ്യമായ ഒരു അതോറിറ്റി കൊടുക്കണം. പക്ഷെ ബംഗാളിനെ സംബന്ധിച്ചിട്ട് അവിടെ ഈ അതോറിറ്റികൾ പോലും മമതയ്ക്ക് ചായ്വ് പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റി അല്ല എന്ന് ഇലക്ഷൻ കമ്മീഷന് തോന്നിയത് കൊണ്ടാണ് ചില രേഖകൾ ചില അതോറിറ്റികൾ തന്നാൽ പോരാ, മറ്റു ചില ആൾക്കാർ കൂടി അതിനകത്ത് ഉണ്ടാവണമെന്ന് പറയുന്നത്. ഈ ഫൈറ്റാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് മമത ഈ പീഡന കമ്മീഷൻ എന്നും തുഗ്ലക് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നുഴഞ്ഞു കയറ്റക്കാരെ അല്ലെങ്കിൽ ന്യൂനപക്ഷക്കാരെ, ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഈ മതിയാതെ ഈ 3-4 ഭാഗങ്ങളിൽ ഈ വോട്ടർ പട്ടികയിൽ പേരുള്ള ആൾക്കാർ, ഇവരെയൊക്കെ വാസ്തവത്തിൽ മാറ്റി നിർത്തണം കൃത്യമായി തന്നെ. എവിടെയാണെന്ന് വെച്ചാൽ അവിടെ, അത് മാത്രം. നുഴഞ്ഞേറ്റക്കാരാണെങ്കിൽ അവർ മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു നിലപാട് ഇലക്ഷൻ കമ്മീഷൻ എടുത്തതിന് ആണ് മമതയെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു 70 ലക്ഷം പേര് മാറി എന്നിരിക്കട്ടെ, സ്വാഭാവികമായും വരുന്ന തെരഞ്ഞെടുപ്പിൽ വല്ലാത്തൊരു തിരിച്ചടി മമതയ്ക്കുണ്ടാവും. അതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് മുർഷിദാബാദിലെ ഹുമയൂൺ കബീർ, അത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 35-40 സീറ്റോളം വളരെ ക്രൂഷ്യലാണ്. 50% മുസ്ലിം പോപ്പുലേഷൻ ഉള്ളതാണ്. അദ്ദേഹം TMC വിട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഒരു 40 മണ്ഡലങ്ങളിൽ മമതയുടെ കംപ്ലീറ്റ് ആ വോട്ടും അവിടെ ഒലിച്ചു പോകും. പിന്നെ ഇവർ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നിർണായക ശക്തിയായിട്ടുള്ള മറ്റ് 30-40 മണ്ഡലങ്ങളിലും കൂടിയുണ്ട് മുസ്ലിം പോപ്പുലേഷൻ. അതിലൊരു 20%-25% വരുമ്പോൾ തന്നെ അവിടെ ആ വോട്ട് വ്യത്യാസം വരും. ചുരുക്കത്തിൽ ഇതും വന്ന് ഈ 70 ലക്ഷം പേരും കൂടി ഇതിനകത്ത് ഒലിച്ചു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും മമതയുടെ നിലനിൽപ്പ് അപകടത്തിലാവും. പിന്നെ താൻ ഇന്നടത്താണ് താമസം, ഈ സാധുവാണ് എന്നൊക്കെ പറഞ്ഞ മമത ഒരു അടവും ഇനി നടക്കില്ല. സ്വാഭാവികമായിട്ടും BJP അവരുടെ കണ്ണ് ഇനി ബംഗാളിൽ കൂടിയാണ് ഗംഗ ഒഴുകാൻ പോകുന്നത് വ്യംഗ്യരൂപത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഒരു നാൾ പറഞ്ഞിരുന്നു ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ബംഗാളിൽ അത് അങ്ങനെ തന്നെ കണ്ടേ മതിയാവുള്ളൂ. കാരണം അതിർത്തി ദേശമാണ്, അതിർത്തി സംസ്ഥാനമാണ്. ഇവിടെ എത്ര പേരുണ്ടെന്നും കാലാകാലങ്ങളിൽ അവർ എത്ര കാലമായി ഇവിടെ കഴിയുന്നുവെന്നും ഇവരാരൊക്കെയാണെന്നും അവർ നുഴഞ്ഞ കയറ്റക്കാരാണെങ്കിൽ അങ്ങനെ
അഭയാർത്ഥികളാണെങ്കിൽ കൂടി അറിയണ്ടേ, ഇത് അഭയാർത്ഥിയാണെന്ന് അറിയണ്ടേ. അപ്പോൾ അത് രാജ്യത്ത് നാളിതുവരെ ഇല്ലാതെന്ന രീതിയിൽ പൗരത്വം കൊടുത്തുകൊണ്ട് ഇവിടെ നാട്ടിൽ എത്ര പേരുണ്ടോ എന്ന് ഉറച്ച അങ്ങനെ ഒരു തീരുമാനത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പലർക്കും തട്ടും, പലരുടെ അധികാര കസേരകളും ഇളകും. അത് അടുത്ത് ഇളകാൻ പോകുന്നത് മമതയാണ്. മമതയ്ക്ക് ഇത് ഭംഗിയായിട്ട് അറിയാം. അതിൻ്റെ വെളിച്ചത്തിലാണ് മമത വല്ലാത്തൊരു ആക്രോശം സുപ്രീം കോടതിയിൽ പോയി നടത്തിയതും. ഇപ്പോഴിതാ ഉദ്യോഗസ്ഥരെ പിന്നെ മിക്കവാറും എല്ലാ ഉദ്യോഗസ്ഥരെയും തന്നെ മമത ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിയെ നമ്മൾ കാണേണ്ടത്. അതായത് യോജിച്ച് പ്രവർത്തിക്കണം, യോജിച്ച് പ്രവർത്തിച്ചേ മതിയാവൂ. ഉത്തരവാദിത്തപ്പെട്ട വളരെ ക്രെഡിബിലിറ്റിയുള്ള ഉദ്യോഗസ്ഥരെ ഇതിലേക്ക് നിയോഗിക്കണം എന്ന് വളരെ അതിന് കൽക്കട്ട ഹൈക്കോടതി ഇടപെടലുണ്ടാവണം. അതിനുശേഷം എത്രയും പെട്ടെന്ന് ഇരു കൂട്ടരെയും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് 28-ന് ഇത് തീർപ്പ് കൽപ്പിക്കണം. ഇത് രാജ്യത്തിൻ്റെ വിഷയമാണ്, രാജ്യ താല്പര്യത്തിൻ്റെ വിഷയമാണ്. അത് സുപ്രീം കോടതിക്ക് മനസ്സിലായതിൻ്റെ ഒരു പരിണത ഫലം കൂടിയാണ് അവരുടെ ഇന്നത്തെ ഈ ഒരു നിർദ്ദേശം. ഈ നിർദ്ദേശം പാലിക്കപ്പെടാൻ മമത കീഴടങ്ങിയേ പറ്റൂ. ഇനി മമതയ്ക്ക് അതിനകത്ത് രാഷ്ട്രീയം പറയാൻ കഴിയില്ല. പറയാനുള്ള രാഷ്ട്രീയം അവർ സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് ജനങ്ങൾക്ക് മുന്നിലേക്കാണ്. ഈ ഒരു ഭയം ഉണ്ടാകും സ്വാഭാവികമായിട്ട്. ഒറ്റ അടിക്ക് ഈ 70 ലക്ഷം വോട്ട് ഒഴുകി പോകുന്നു. അത് 70 ലക്ഷത്തിൽ ഒരു 90% മമതയ്ക്കുള്ള വോട്ടുകളാണ്. ഇതാണ് അവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബംഗാളിൽ കാതലായ മാറ്റം വരാൻ പോകുന്നു. ഇത്രയും നാൾ കൈയടക്കി വച്ചിരുന്ന മസിൽ പവറിന്റെ ബലത്തിൽ CPM കുറച്ച് നാൾ ഭരിച്ചു. അതിനുശേഷം ആ മസിൽ പവർ അവിടെ നിന്ന മസിലുള്ളവന്മാരെല്ലാം കൂടി മമതയ്ക്ക് പിന്നിൽ നിരന്നു നിന്നു. ഇപ്പോൾ അത് അവരെ കൊണ്ട് മമത അവരെ തീറ്റിപ്പോറ്റി മമതയുടെ സ്വാർത്ഥ ലാഭങ്ങൾ അധികാരത്തിലേക്ക് മമത കടന്നു ചെല്ലുന്നു. അത് വിട്ടുപോകാൻ മമതയ്ക്ക് കഴിയുന്നില്ല. അധികാരം എപ്പോഴും അങ്ങനെയാണ്. ഈ അധികാരം എന്ന് പറയുന്നത് അധികാരത്തിൽ ഇരിക്കുന്നതിലല്ല പ്രശ്നം. ഇത് കയ്യൂക്കിന്റെ ബലത്തിൽ മസിൽ പവറിൽ ഒരു ഭരണം പിടിക്കുക, അത് നിലനിർത്തിക്കൊണ്ട് പോവുക, അതും രാജ്യ താല്പര്യങ്ങൾക്കെതിരായ കാര്യങ്ങളിൽ സംശയം ഉളവാക്കുന്ന രീതിയിൽ ഭരണം നിലനിർത്തിക്കൊണ്ട് പോയാൽ നമ്മുടെ രാജ്യം വല്ലാത്തൊരവസ്ഥയിലെത്തും. ഒരുപക്ഷെ ഏറ്റവും ഒടുവിലെങ്കിലും സുപ്രീം കോടതിക്ക് ഇങ്ങനൊരു SIR വരാനും ആ SIRന് അനുകൂലമായി പല സംസ്ഥാനങ്ങളും നമുക്ക് കണ്ടാം. കേരളവും ഒരുപക്ഷെ അതിനെ എതിർത്തിരുന്നു പല കാര്യങ്ങളിലും. തമിഴ്നാട് എതിർക്കുന്നു. ഈ താല്പര്യങ്ങൾ ആരുടെ ഭാഗത്തു നിന്നാണ് എതിർപ്പുകൾ ഉണ്ടാകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ എതിർപ്പുകളുടെ പിന്നിലുള്ള കാരണങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ രാജ്യത്തെ കോടതികൾക്ക് പോലും ഒടുവിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു ഇത് SIRയുടെ ആവശ്യമാണ്, അത് സുതാര്യമായിരിക്കണം, അതിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ മാത്രമേ ഉണ്ടാകാവൂ. ഒരുപക്ഷെ മമതയെ ഭീതിപ്പെടുത്തുന്ന മറ്റു കാര്യം കൂടിയായിരിക്കാം. ഒരുപക്ഷെ ദേശീയ പൗരത്വ രജിസ്റ്റർ ഇത് ഇന്നിപ്പോൾ പുറത്താകുന്ന ഈ 70 ലക്ഷം പേർ നാളെ ഇത് ഏത് പോക്കറ്റിലേക്ക് ഇവരെ ചെന്നിടും? ഇവരെവിടുത്തുകാരാണ്? എന്തുകൊണ്ട് പോയി? ഇനിയും ഒരുപക്ഷെ പലവട്ടം ഒരു പരിശോധനയ്ക്ക് ഇവർ വിധേയരാകുമ്പോൾ ഒരുപക്ഷെ ഇവരെ കൃത്യമായി അഭയാർത്ഥി ലേബലിൽ തന്നെയായിരിക്കും ഇവരുണ്ടാവുക. അവരെന്ത് ചെയ്യണം എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരും കോടതികളും എടുക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ അധികാരം വിട്ടുപോകുന്നതിനുള്ള അധികാരം നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു ആധിയാണ് മമതയെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിപ്പിച്ചതും ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയെ കൊണ്ട് ഒരു സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ ഒരു വിമർശനം ഉണ്ടായതും.